ഇന്നത്തെ വചനചിന്ത, യേശുവിൻ്റെ സ്നേഹം ഒരിക്കലും തോൽക്കുന്നില്ല. നോർമ ജീൻ എന്ന പെൺകുട്ടി തൻ്റെ മനോനില തെറ്റിയ അമ്മയാൽ പരീക്ഷിക്കപ്പെടുവാനിടയായി. മറ്റ് പലരുടെയും വീടുകളിലാണ് നോർമ ജീൻ എന്ന പെൺകുട്ടി വളർന്നത്. അവൾക്ക് 8 വയസ്സ് മാത്രമുള്ളപ്പോൾ അവൾ താമസിച്ചിരുന്ന ഒരു വീട്ടിലെ വാടകക്കാരൻ അവളെ ഉപയോഗിച്ചതിന് ശേഷം അവൾ കുറേ നാണയത്തുട്ടുകൾ നൽകി. ഈ നടന്ന കാര്യം ആരോടും പറയരുതെന്ന് പറഞ്ഞു. അയാൾ അവളെ ഭീഷണിപ്പെടുത്തി. എന്നാൽ നോർമ പോയി തൻ്റെ വളർത്തമ്മയോട് ഈ കാര്യം പറഞ്ഞു. എന്നാൽ ആ സ്ത്രീ അവൾ നുണ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് അവളെ വളരെ കഠിനമായി ഉപദ്രവിച്ചു. അവളൊരു സുന്ദരിയായ യുവതിയായി അവൾ വളർന്നു. നാട്ടിലെ യുവാക്കന്മാരെല്ലാവരുടെയും കണ്ണുകൾ അവളിലേക്ക് പതിച്ചു. അവളുടെ ശരീര സൗന്ദര്യത്തെ മാത്രം കണ്ട് ആനന്ദിച്ചവരുടെ നടുവിൽ അവളുടെ ഏക ആഗ്രഹം എന്നത് അവളെ ഒരു വ്യക്തിയായി കാണുവാൻ ആരെങ്കിലും ഉണ്ടാകണമേ എന്നായിരുന്നു. ചിന്തകളും പിണക്കങ്ങളും ഇണക്കങ്ങളും കണ്ണുനീരുമൊക്കെയുള്ള ഒരു വ്യക്തിയായി തന്നെ ആരെങ്കിലും കണ്ടിരുന്നുവെങ്കിലെന്ന് അവൾ ആഗ്രഹിച്ചു. ഹോളിവുഡ് സിനിമാ ലോകം അവളെ കണ്ടെത്തി. സൗന്ദര്യത്തിൻ്റെ പ്രതീകമായി ഹോളിവുഡ് അവളെ ഏറ്റെടുത്ത് പ്രദർശിപ്പിക്കുവാൻ തുടങ്ങി. അവൾക്ക് ഹോളിവുഡ് പുതിയ പേരും കൊടുത്തു, മെർലിൻ. സൗന്ദര്യത്തിൻ്റെ അടയാളമായി അവളെ ഹോളിവുഡ് അവതരിപ്പിച്ചു. ഒരൊറ്റ രാത്രി കൊണ്ട് അവളുടെ സൗന്ദര്യത്തെ ലോകം അംഗീകരിച്ചു. പേരിൻ്റെയും പ്രശസ്തിയുടെയും നടുവിൽ അവൾ ഉറക്കെ പറയുവാൻ ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട്: ഞാനൊരു അടയാളമോ ചിഹ്നമോ അല്ല, ഞാനൊരു വ്യക്തിയാണ്. എനിക്ക് ചിന്തകളുണ്ട്. അവൾ അവളുടെ ജീവിതത്തെ വെറുക്കുവാൻ തുടങ്ങി. ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അവൾ സംഭ്രമവും ഞെട്ടലും പേടിയും കൊണ്ട് ഉറക്കമില്ലാതെ രാത്രികൾ കഴിച്ചുകൂട്ടി. മണിക്കൂറുകൾ അവൾ ഭയം കാരണം ഛർദ്ദിക്കുമായിരുന്നു. അവൾ 3 വിവാഹം കഴിച്ചു. അവളെ വെറുമൊരു ചിഹ്നമായി കണ്ട പുരുഷന്മാരുടെ നടുവിൽ കടുത്ത ഇരുളടഞ്ഞ വിഷാദത്തിന് അവൾ അടിമയായി. 1962 ഓഗസ്റ്റ് 4 ശനിയാഴ്ച രാത്രി ഒരു നിശാ പാർട്ടിക്ക് പോകുമ്പോൾ അവൾ അപ്പോയിൻമെൻ്റ് നൽകി. മെർലിൻ മെറോ അന്ന് ഗുളികകൾ അധികം കഴിച്ച് തൻ്റെ ജീവിതം അവിടെ അവസാനിപ്പിച്ചു കളഞ്ഞു. അവളുടെ ഫോണിൻ്റെ കേബിൾ അന്ന് ഊരിയിട്ടിരിക്കുകയായിരുന്നു. അന്ന് ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് അവളൊരു ഹോളിവുഡ് അഭിനേതാവിനെ ഫോൺ വിളിച്ചിരുന്നു. അവൾ പറഞ്ഞു, ഞാൻ അമിതമായി ഗുളിക കഴിച്ചിരിക്കുകയാകുന്നു, ഞാൻ ഉടനെ മരിക്കും. അയാൾ അവളോട് പറഞ്ഞ വാചകവും അവൾ അവസാനമായി ഈ ഭൂമിയിൽ നിന്നും കേട്ട വാക്കും ഇതാണ്: ഐ ഡോണ്ട് കെയർ. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, അല്ലെങ്കിലും ലോകം അങ്ങനെയാണ്. ലോകമെന്ന് മനുഷ്യരെ കാണുന്നത് അവരുടെ പണത്തിൻ്റെയും ജോലിയുടെയും സൗന്ദര്യത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെയും ലേബലിലാണ്. ഈ ലോകം വചനം ശ്രവിക്കുന്ന താങ്കളെയും വെറും ഒരു ചിഹ്നമായി, ഒരടയാളമായി കാണുന്നുണ്ടാകാം. ഓരോ 40 സെക്കൻഡിലും ഓരോ ആത്മഹത്യകൾ നടക്കുന്നു. സമൂഹമായി നാം പലരെയും ഒറ്റപ്പെടുത്തുമ്പോഴും കൂട്ടം കൂടി വ്യക്തികളെ നാം വെറുക്കുമ്പോഴും ഓർക്കുക, നാം അവരെ ജീവിതത്തിൻ്റെ അവസാന അറ്റങ്ങളിലേക്ക് തള്ളിയിടുകയാണ്. നമ്മുടെ ആരോഗ്യം അവസാനിക്കുമ്പോൾ ഉറ്റവരെന്ന് കരുതിയ പലരും അകന്നു മാറും. കാരണം താങ്കളുടെ ആരോഗ്യമായിരുന്നു അവർ സ്നേഹിച്ചത്. താങ്കളുടെ പണം സ്നേഹിച്ചവർ പണം തീരുമ്പോൾ താങ്കളിൽ നിന്നും അകന്നു മാറും. താങ്കളുടെ സൗന്ദര്യം കണ്ട് മയങ്ങിയവർ താങ്കളുടെ സൗന്ദര്യം കുറയുമ്പോൾ അകന്നു മാറും. താങ്കളെ താങ്കളായി തന്നെ കാണുന്നവർ, താങ്കളെ അംഗീകരിക്കുന്നവർ ഈ ഭൂമിയിൽ വളരെ കുറവാണ്. എല്ലാവരും അകലുന്നതിന് മുമ്പ് വചനം ശ്രവിക്കുന്ന താങ്കൾ ഒരാളെ കാണണം, ഒരാളുടെ സ്നേഹം അറിയണം. താങ്കളെ താങ്കളായി തന്നെ കാണുന്ന, താങ്കളെ ഉള്ളതുപോലെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ സ്നേഹം. യേശുവിൻ്റെ സ്നേഹം താങ്കൾ യഥാർത്ഥമായി ഇന്ന് ഈ നിമിഷം തിരിച്ചറിയണം. ദൈവത്തിന് താങ്കളോട് സ്നേഹവും കരുതലും ഉണ്ടെന്ന് അറിയിച്ചത് യേശുവിനെ നമുക്കായി നൽകിയതിലൂടെയാണ്. താങ്കൾ ഈ ഭൂമിയിൽ ഉരുവാകുന്നതിന് മുമ്പേ താങ്കൾക്കായി ജീവൻ നൽകിയ ദൈവസ്നേഹം. താങ്കൾ യേശുവിന് യാതൊന്നും നൽകുന്നതിന് മുന്നമേ താങ്കൾക്കായി യേശു തൻ്റെ ജീവനെ നൽകി. അതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം. യേശു ക്രിസ്തുവിൽ സ്നേഹിക്കപ്പെടുന്നത് താങ്കൾ എന്തെങ്കിലും ചെയ്തതുകൊണ്ടല്ല, യേശു താങ്കൾക്കായി സകലതും ചെയ്തു തീർത്തതുകൊണ്ടാണ്. താങ്കളുടെ പാപങ്ങൾക്കായി യേശു ക്രൂശിൽ കിടക്കുമ്പോഴും ആണിപ്പഴുതേറ്റ ആ കരങ്ങൾ കൊണ്ട് താങ്കളുടെ കണ്ണുനീരൊപ്പുന്നതാണ് യേശുവിൻ്റെ സ്നേഹം. താങ്കളെപ്പോലും താങ്കൾക്ക് ഇഷ്ടമില്ലാത്തപ്പോൾ യേശു താങ്കളെ സ്നേഹിച്ചതിനാൽ താങ്കൾ യേശുവുമായി സ്നേഹബന്ധത്തിലാകണം. താങ്കൾ ഇതുവരെയും അന്വേഷിച്ചു കൊണ്ടിരുന്ന ആ സ്നേഹം യേശുവിൻ്റെ സ്നേഹമാണ്. യേശുവിൻ്റെ സ്നേഹം ഒരിക്കലും തോൽക്കുന്നില്ല. യേശുവിൻ്റെ ക്ഷമ ഒരിക്കലും അവസാനിക്കുന്നില്ല.
ആരും താങ്കളെ ഒരിക്കലും യേശുവിനേക്കാൾ അധികമായി സ്നേഹിക്കുന്നില്ല. അതുകൊണ്ടാണ് താങ്കൾ ഈ നിമിഷവും അത്ഭുതങ്ങൾ കാണുന്നത്. യേശുവിനുള്ള ഈ സ്നേഹം അത്ഭുതങ്ങൾ സാധ്യമാകും, അസാധ്യങ്ങളെ സാധ്യമാക്കും. താങ്കൾ അളവിന് അപ്പുറം സ്നേഹിക്കപ്പെട്ട ദൈവ പൈതലാണ്. ദൈവം നമ്മെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്നു. നമ്മുടെ ഇടയിലെ കഴിവില്ലാത്തവരെയും ദുഃഖത്തിലായിരിക്കുന്നവരെയും തളർന്നുപോയവരെയും വീണ് കിടക്കുന്നവരെയും എല്ലാവരെയും കർത്താവ് ഒരുപോലെ സ്നേഹിക്കുന്നു. താങ്കൾ യാതൊന്നും അർഹിക്കാതിരുന്നപ്പോൾ സകലതും നൽകി യേശു താങ്കളെ സ്നേഹിച്ചു. കർത്താവ് താങ്കളോട് പറയുന്ന ഇടത്ത് താങ്കൾ പോകണം. കർത്താവ് താങ്കളോട് നിൽക്കുവാൻ പറഞ്ഞാൽ താങ്കൾ നിൽക്കണം. അനുസരിക്കുന്നുവെങ്കിൽ കർത്താവിനെ അനുസരിക്കണം. കർത്താവിൻ്റെ ആഴമായ സ്നേഹം തിരിച്ചറിഞ്ഞ് കർത്താവിനനുസരിച്ച് മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.